ഹായ് ഫ്രണ്ട്സ്, ചെമ്മൽപ്പൂരിലെ സച്ചിനും രവിദിനും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും അതിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്നലത്തെ വിശേഷൻ്റെ ബാലൻസ് ആയിട്ട് ചന്ദ്രോദയത്തിൽ ഭയങ്കര വിഷയം നടക്കുവാണ്. അതായത് സച്ചിയാണ് ഈ ഉമ്മക്കത്തിൻ്റെ ബാക്കിൽ നിന്ന് പറഞ്ഞു ഭയങ്കര വിഷയം ഉണ്ടായി, മറ്റേ പൈലി അടിച്ച് താഴെയൊക്കെ ഇടുകയൊക്കെ ചെയ്തല്ലോ. അതിനുശേഷം ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തുവാണ്. ഇതെന്താ ഇങ്ങനെ നടക്കാൻ കാര്യം, എന്താ ചർച്ച, അല്ല ഇന്ന് ഈ കത്ത് കൊണ്ടുവരാൻ കാര്യം എന്താ, കത്ത് ആരാ അയക്കുന്നതെന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ സച്ചി അല്ല എന്നുള്ള രീതിയിൽ ഓരോരുത്തർ പറയുന്നുണ്ട്. അതായത് രവീന്ദ്രനും സച്ചിയും രേവതിയും വർഷയും ശ്രീകാന്ത് എല്ലാം പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ബാക്കിൽ വേറെ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ഈ കത്ത് അയക്കുന്നതിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശമുണ്ട്. ദുരുദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് എല്ലാം ആവശ്യം എങ്കിൽ, ക്യാഷ് ആവശ്യപ്പെട്ടില്ലെന്നാണ് നമ്മൾ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ കാശ് എല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ആവശ്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരെങ്കിലും തെറ്റ് ചെയ്തതാണ്, ശ്രുതി വല്ലതും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയും. ഞാനതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശ്രുതി പറയാണ്. അപ്പോൾ പറയാം, പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നീയോ നിൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആൾക്കാർ ഭീഷണിപ്പെടുത്താനും ഓമക്കത്ത് അയക്കാനും, അല്ലെങ്കിൽ ചുമ്മാ ഒരാളുടെ വീട്ടിൽ കയറി ഒരാൾക്ക് കത്തയക്കേണ്ട കാര്യം എന്താ, അങ്ങനെയുള്ള കത്തയച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് ആവശ്യപ്പെടുമല്ലോ. ഇപ്പോൾ ഇവിടെ ക്യാഷ് ആവശ്യപ്പെട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഭീഷണിയായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വർഷം പറയുമ്പോൾ ശരിയാ ഞാനേ ഇതിൻ്റെ അകത്തൊരു നോവലിൻ്റെ കാണിക്കുന്നുണ്ട്, തെറ്റ് ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ലെറ്റർ അയച്ച് അവരെ ഭീഷണിപ്പെടുത്താനായിട്ടുള്ളൊരു നോവൽ വായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കുവാണ്. അത് കഴിഞ്ഞുകൊണ്ട് ശ്രുതി പറയുവാണ്, എടോ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നീ ചെയ്തില്ലെങ്കിൽ നിൻ്റെ വൈഫ് ചെയ്ത് കാണുമെന്ന് പറയാം, പാർലടുത്ത് ചെയ്ത് കാണുമെന്ന് പറയുമ്പോൾ ഉടനെ അവൾ ശ്രുതി പെട്ടെന്ന് ചൂടാകും സച്ചിയോട്. അദ്ദേഹം അനാവശ്യം പറയരുത്, കാരണം എന്താ ഞാൻ എന്ത് തെറ്റ് ചെയ്യാനാ, നിനക്ക് എന്തും തോന്നിയ ദിവസം എന്നോട് പറയാമെന്നുള്ളതാണ് നിൻ്റെ തോന്നൽ, കാരണം ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. ഉടനെ ശ്രീകാന്ത് പറയുമ്പോൾ ശ്രുതിയേട്ടനും തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് അപ്പോൾ അത് ആ വഴി നോക്കണ്ട, അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, അതായത് തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ഊമക്കത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസുമായിട്ട് ബന്ധപ്പെടാം, ഒരു പരാതി കൊടുത്തിടാം, അപ്പോൾ അവർ അന്വേഷിച്ചോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചാടി കയറി ശ്രുതി പറയുക, അതൊന്നും വേണ്ട, കാരണം എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറയുമ്പോൾ അതെന്താ വേണ്ടാത്തത്, കാരണം അത് വേണം എന്നെ സച്ചി പറയുക അത് വേണം, അതാകുമ്പോഴത്തേക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാകും. നമുക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കാൻ പറ്റില്ല, പക്ഷേ പോലീസിനാകുമ്പോഴത്തേക്ക് അവർ ചെയ്തോളും എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുക അതെ, ഇപ്പം ഞങ്ങളുടെ ഷോറൂമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോവുക, ഇപ്പം ഈ കേസും കാര്യങ്ങളൊക്കെയാണ്, പോലീസ് ഞങ്ങളുടെ ഷോറൂമിലൊക്കെ കയറി ഇറങ്ങുമ്പോഴത്തെ കസ്റ്റമർ ഇത് കാണും, പിന്നെ അത് പൂട്ടിയിടേണ്ടി വരും, അങ്ങനെ വരുമ്പോഴത്തേക്ക് ബിസിനസ്സിനെ അത് ബാധിക്കും, കസ്റ്റമർ വരാണ്ടാകും, കാരണം ഈ സ്ഥാപനത്തിൽ എന്തോ വിഷയമുണ്ട് അതുകൊണ്ട് വരാണ്ടാകും എന്നുള്ളതൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുക ശരിയാ ആ സ്ഥാപനത്തിലേക്ക് അങ്ങനെ ആൾക്കാർ കയറി ഇറങ്ങി വരാൻ പറ്റത്തില്ല, ശരിക്കും കേസും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുന്നത് ശരി, ഈ പ്രാവശ്യത്തേക്ക് അങ്ങനെ വിടാം, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തേക്ക് വിടാം, പക്ഷേ ഇനി കത്ത് വരുമ്പോഴത്തേക്ക് നമുക്കപ്പം നോക്കാം എന്നുള്ള ഇതിനാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഇനി ഇവിടെ ആരും ചർച്ച നടത്തണ്ട, നമ്മൾ നോക്കാമെന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വഴിക്ക് പോകും, കാരണം ഇതിനെക്കുറിച്ച് ഇവിടെ ചർച്ച നടത്തി വഴക്കുണ്ടാക്കരുതെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ എല്ലാവരും അവരവരുടെ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നത് സച്ചിയും രേവതിയും മാത്രമാണ്. അതിൻ്റെ കൂടെ കോണിപ്പടി കയറിപ്പോകുന്ന ശ്രുതി പെട്ടെന്നൊന്ന് നിൽക്കും. അപ്പോൾ ഇവർ എന്തോ സംസാരിക്കാൻ പോകുന്ന മനസ്സിലായി നിൽക്കും. ഉടനെ സച്ചി രേവതിയോട് പറയും, ഇതങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആരെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ചേട്ടാ അത് വീട് കാരണം ഇപ്പം സച്ചേട്ടൻ അല്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല, കാരണം കഴിഞ്ഞാൽ ആ കള്ളസ്വാമി എൻ്റെ പേര് പറയണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തിൽ ഇപ്പം ഞാനല്ല അനുഭവിച്ചു, ഇപ്പോൾ എല്ലാവർക്കും മുമ്പേ ഞാൻ കള്ളനായിട്ട് നിൽക്കുക, അപ്പോൾ അത് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാം. അവൻ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി മേലെ നിന്ന് നോക്കുക, അയ്യോ അതിൻ്റെ അടുത്ത് പണി വരുന്നുണ്ട്, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സച്ചി ഒന്നാമത് പൈലി അവരെ ഇടിച്ചിട്ടതാണ്, ഇനിയിപ്പം നവീൻ ദാസിനെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെരുമാറും, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ശ്രുതിക്ക് ഇങ്ങനെ ഒരു ആദ്യത്തെ റിലേഷനിലൊരു കുഞ്ഞുണ്ട്, അത് മറച്ചു വെച്ചാൽ ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ നവീൻ ദാസ് പറയും, അതിനുവേണ്ടി ഭീഷണിപ്പെടുത്തുവാണ്, അതിനുവേണ്ടിയാണ് കത്തയക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതിയുടെ കാര്യത്തിൽ അവതാളത്തിലാകും എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക, ശ്രുതി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള രീതിയിൽ ആലോചിച്ച് നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ മീരയെ കാണാൻ വേണ്ടി പോവാണ് ശ്രുതി. അത് കഴിഞ്ഞ് മീരയെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയും, ഇതാകെ വിഷയമായിട്ടുണ്ട് മീര, കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ അനുഭവിച്ചിട്ടുള്ള വേദന ഭയങ്കരമാണ്, കാരണം അവിടുത്തെ ഈ സച്ചി ശ്രുതിയെയും
പൈലിയൊക്കെ മെക്കിട്ട് കയറുക അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് അവിടെ വന്നത്. ഉടനെ മീര ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ മണ്ടൻ സ്തുതി ഈ പേര് അവൻ്റെ പേര് പറയാൻ പോയത്? ശരിക്കും കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ പോലെ ഒരു ഊഹം വെച്ചതിൻ്റെ സായും ചായും ചീയും ഒക്കെ ചേർത്തുള്ള ഒരു രീതിയിലല്ലേ കണ്ടുപിടിച്ച്, എന്തിനാ ഈ മണ്ടൻ സ്തുതി അങ്ങനെ പറയാൻ പോയത്? അപ്പം അതുകൊണ്ടല്ലേ അത്ര വിഷയം ഉണ്ടായത്. നീ എന്തിനാ മിണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടായിരുന്നു. ഞാൻ അവിടെ ഈ വിഷയം നടക്കുമ്പോഴത്തേക്ക് അവിടെ കനലിനകത്ത് നിൽക്കുന്ന പോലെ നിന്നത്. കാരണം ശ്രുതി പറയുക കനലിനകത്ത് നിൽക്കുന്നത്, എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ നവീൻ ദാസ് ഈ കാണിച്ച പരിപാടി കൊണ്ടാണ് ഇത്രയും വിഷയം ഉണ്ടായത്. നവീൻ ദാസ് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയണം. ഉടനെ എന്തുദ്ദേശിക്കാനെന്ന് പറഞ്ഞാൽ അവൻ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. കാരണം അല്ലെങ്കിൽ സച്ചിയോട് അവന് നേരത്തെ എന്തോ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം ഇപ്പം കറക്റ്റായിട്ട് വീട് വരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറയുമ്പോഴത്തേക്ക് ഈ സച്ചിയോട് ഉള്ള വൈരാഗ്യം അങ്ങനെ കാണിച്ചുകൊണ്ട് സച്ചി ഇപ്പം വീട്ടിന് മുമ്പ് എല്ലാവരുടെ മുമ്പ് തെറ്റുകാരനായിട്ട് നിൽക്കുക. ഇനിയിപ്പം സച്ചി വെറുതെ ഇരിക്കത്തില്ല. സച്ചി അന്വേഷിക്കും, ഇതിനെക്കുറിച്ച് അന്വേഷിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. സച്ചി വെറുതെ വിടത്തില്ല, അവൻ പറഞ്ഞ തന്നെയാണ്. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ നമ്മൾ ഇച്ചിരി കൂടെ കെയർഫുൾ ഇരുന്നാലേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഉടനെ പറയാം, ഇനിയിപ്പോൾ എന്നെ കെയർഫുൾ ആയിരിക്കണം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുക, ഇനി കെയർഫുൾ ആയിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ നിന്ന് സച്ചിനെ ഗതി മാറ്റി വിടണം. അതായത് വഴി മാറ്റി വിട്ടാൽ മാത്രമേ ശരിയാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതങ്ങനെ മാറ്റിവിടാൻ പറ്റത്തില്ല. ഇപ്പോൾ അതായത് ശരത്ത് ആൻറ്റിയുടെ പൈസ കട്ടെടുക്കുന്നതായിട്ടുള്ള വീഡിയോസ് സച്ചിയുടെ ഫോണിൽ കിടപ്പുണ്ട്. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്കത് അപ്പോഴത്തേക്ക് അതിൻ്റെ ആ വിഷയത്തിൻ്റെ പേരിൽ ചന്ദ്രോദയത്തിന് ഭയങ്കര വിഷയമുണ്ടാകും. അപ്പോൾ ഈ നവീൻ ദാസിൻ്റെ കേസുമായിട്ടുള്ള യാതൊരു ബന്ധം അവിടെ ഉണ്ടാകത്തില്ല. അതിനെക്കുറിച്ച് ചർച്ച നടത്തില്ല. പറഞ്ഞാൽ ആ കാര്യങ്ങൾ അവിടെ ക്ലിയറായിട്ട് എനിക്കും കൂടെ അവതരിപ്പിച്ച് എല്ലാവരും പുകയ്ക്കാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം മീര ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്ക് അത് നടത്താം. കാരണം അതിന് സഹായിക്കേണ്ടത് നീ അത് എടുക്കാൻ പറ്റത്തില്ലേ, നിനക്ക് എടുക്കത്തില്ലേ എന്നൊക്കെ മീര ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ലെന്ന് പറയുമ്പോൾ ഉടനെ മീര പറയാം, ശരിയാ, നീ ഒരു പ്രാവശ്യം എടുത്തിട്ട് നീ എടുക്കാൻ പോയാൽ തന്നെ ഇനിയും വിഷയം ഉണ്ടാകും. കാരണം നീ ഒരു പ്രാവശ്യം എടുത്തിട്ട് കട്ടിലടിയിൽ ഒളിച്ച് കിടന്നിട്ട് ഉണ്ടായ വിഷയങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. അത്ര രീതിയിൽ പേടിക്കുന്ന ഒരവസ്ഥയാണ്. ഉടനെ പറയാം മീര അങ്ങനെ പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയാം, ശരിയാ, ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് വിഷയം ഉണ്ടാകും, ഞാൻ എടുത്തു കഴിഞ്ഞാൽ അറിയും, പക്ഷേ ഞാനല്ല എടുക്കാൻ പോകുന്നതെന്ന് പറയും. അപ്പോൾ പിന്നെ ആരാ എടുക്കാൻ പോകുന്നത്? നീ തന്നെ എടുക്കുന്ന പറയും. ഞാൻ എടുക്കത്തില്ല എന്ന് പറയുമ്പോൾ, അല്ല നീ തന്നെ എടുക്കണം, നീ എന്നെ എടുത്ത് നീ എങ്ങനെ എടുക്കണം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, നീ ഒരു പ്രാവശ്യം സച്ചിയുടെ ഓട്ടം വിളിക്കണം. സച്ചിയുടെ ഓട്ടം വിളിച്ച് സച്ചി ഓട്ടം കയറി കഴിയുമ്പോൾ നിൻ്റെ ഫോണിന് ചാർജ് ഇല്ല എന്ന് പറയണം. അപ്പോൾ സച്ചിയുടെ ഫോൺ മേടിച്ചിട്ട് ഒരു കോൾ ചെയ്യാനെന്ന് പറയണം. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവൻ ഫോൺ തന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അന്ന് വീഡിയോ എടുത്ത് നീ അതിങ്ങോട്ട് സെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് മീര പറയും, എനിക്ക് പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീക്കനല്ല. ഒന്നാമത് അവൻ അത് സിംഹത്തിൻ്റെ മടയിൽ കൊണ്ട് കൈയിടുന്ന പോലെ തന്നെയുള്ള അവസ്ഥയാണ്. ഞാൻ പോകത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് മീര പറയുക ശ്രുതി പറയുക, നീ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ നിനക്കൊരു വിഷയങ്ങളുണ്ടാകുന്ന ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. നീ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ സാധനം അതിനെക്കുറിച്ച് കാരണം വാട്സപ്പിനെക്കുറിച്ചോ അല്ല സോഷ്യൽ മീഡിയയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത ആളാണ് സച്ചി. അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ പിന്നെ അത് ഡീൽ ചെയ്തോളാം എന്ന് പറയാം. അല്ല ഇത് വല്ലതും നീ ഇപ്പം ഇതെടുത്തിട്ട് ആൻ്റണിക്ക് കൊടുക്കും, ആൻ്റണി ഇത് സോഷ്യൽ മീഡിയ ഇട്ട് അവനെ നാട്ടിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വിഷയമായി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സച്ചി ഇത് ആരാ കണ്ടുപിടിച്ചതെന്ന് കാണും. അപ്പം ഞാനാണ് കണ്ടുപിടിച്ചതെന്ന് അതറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ശരിക്കും സച്ചിക്ക് എന്നോട് ദേഷ്യം തോന്നും, എൻ്റെ കാര്യത്തിൽ തീരുമാനം എത്തിക്കുന്നുണ്ട്. ഒന്നും പേടിക്കണ്ട, നിൻ്റെ കാര്യത്തിലൊന്നും സംഭവിക്കത്തില്ല മോളെ, ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം എന്ന് ശ്രുതി വാക്ക് കൊടുക്കുകയാണ് നമ്മുടെ മേരിക്ക്. നീ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, ഇത് എങ്ങനെയും എടുത്ത് തന്നേ പറ്റൂ. അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ കാരണം എൻ്റെ വിഷയം അതായത് നവീൻ ദാസിനെ അവൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നവീൻ ദാസ് ഉറപ്പായിട്ടും എൻ്റെ പേര് പറയും, എൻ്റെ ചരിത്രം പറയും, എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചന്ദ്രോദയത്തിന് സ്ഥാനമില്ല. കാരണം എന്നെ പിന്നെ പോലീസിൽ വരെ ഏൽപ്പിക്കേണ്ട ഒരു അവസരം. ശ്രുതി ഒരു മണ്ടനായതുകൊണ്ട് എനിക്കിപ്പോൾ അവൻ്റെ കൂടെ അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്നു. പക്ഷേ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഇതെങ്ങനെയും സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, നവീൻ ദാസിനെ പിടിച്ച് നിർത്തിയേ പറ്റത്തുള്ളൂ എന്ന് ശ്രുതി മീരയോട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി ഇത് ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരാളെ കാണും. അപ്പോൾ പറയും, സച്ചി നീ എന്തിവിടെ ചോദിക്കുമ്പോഴത്തേക്ക് പറയുമ്പോൾ നീ അമ്പലത്തിൽ വരാറൊന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ കല്യാണത്തിന് മുമ്പ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ അമ്പലത്തിലൊക്കെ വരാറുണ്ട്. കാരണം എനിക്കിപ്പം
ദൈവത്തെ വിളിക്കണം എന്നൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പറയാം എന്താ കാര്യം ഞാനേ ഇന്ന് വന്നത് തൊഴാൻ വേണ്ടി വന്നതല്ല, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നു. ഇവിടെ ഒരു സ്വാമി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ, അപ്പം ആ സ്വാമീനൊന്ന് കാണണം എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാമീനെ കാണണോ? സ്വാമിയോ? അവനൊരു ഫ്രോഡ്, കാരണം അവനെ നമ്മൾ അപ്പം തന്നെ പിടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ സച്ചി പറയുമ്പോഴത്തേക്ക് പറയാം, അതായത് ഞാൻ അവനൊരു ഫ്രോഡാണ്. അവനിവിടെ അമ്പലത്തിലെ അന്നദാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ കുറേ ക്യാഷൊക്കെ മേടിച്ച് ആൾക്കാരോട് മേടിച്ചപ്പോഴത്തേക്ക് വേറെ ആൾക്കാർ ചോദിച്ചു, ഇവിടെ ഞങ്ങളെല്ലാം ചോദിച്ചു, എന്താ നീ ഈ ക്യാഷ് മേടിക്കുന്നത്, അമ്പലമായിട്ട് യാതൊരു ബന്ധമില്ല നിനക്ക് പറയുമ്പോഴത്തേക്ക് അമ്പലം എല്ലാവരുടെ അല്ലേ എന്നുള്ളൊരു മുട്ടാതർക്കവും ന്യായവും കൊണ്ടൊക്കെ അവൻ വന്നു. അപ്പം ഇവൻ കള്ളസ്വാമിയാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ആൾക്കാരെല്ലാം പിടിച്ച് ഇവൻ്റെ അടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ അടി കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് തെന്നി മാറി പോയെന്ന് പറഞ്ഞു. അപ്പം അവനെ കണ്ണിങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു. അപ്പം തിരിച്ചറിയുന്നതിന് ഇപ്പം എന്നാ കാരണം കഴിഞ്ഞാൽ അവൻ ആ സമയത്ത് അടി കൊണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവന് ഒരു വീഡിയോ എടുത്തായിരുന്നു. അത് തന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് ഈ നവീൻ ദാസിനെ എല്ലാവരും ഇട്ട് അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുടിയും താടിയൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിരുന്നല്ലോ, ആ സാധനം എല്ലാം അഴിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ സച്ചിക്ക് ഇയാളെ തിരിച്ചറിയാൻ പറ്റും, അതായത് നവീൻ ദാസിനെ തിരിച്ചറിയാൻ പറ്റും. നവീൻ ദാസ് സച്ചി പറയാം, ഇവനെ എനിക്കറിയാം, ഇവനൊരു ഫ്രോഡാണ്, ഇവനെ ഞാൻ ശരിക്കും പെരുമാറിയിട്ടുണ്ട്, അടിച്ചു കഴിഞ്ഞിട്ട് ഇവനെ ഞാൻ പിടിച്ച് പോലീസിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന് ശരിക്കും എന്നാൽ എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് എൻ്റെ പേര് പറഞ്ഞതായിരിക്കും മിക്കവാറും എന്നുള്ള രീതിയിലൊക്കെ മനസ്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആളോട് പറയുന്നുണ്ട്, ഇവനെ എനിക്കറിയാം, ഇവനെ പോലീസിൽ പിടിപ്പിച്ച് കൊടുത്തതാണ് എന്നുള്ള രീതി മനസ്സിലാക്കും. അപ്പം ചേട്ടനെ എന്നും അമ്പലത്തിൽ വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഇന്നും അമ്പലത്തിൽ വരും, കാരണം ഞാൻ ഇന്ന് വന്നേ പറ്റത്തുള്ളൂ, ഞാൻ ഇവിടുത്തെ മാനേജറെല്ലാം ചോദിക്കുമ്പോൾ ഓഹോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ചേട്ടാ, ഇനി ഇപ്പം ഇവൻ വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണം, കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വരാം, കാരണം ഈ ഫ്രോഡ് ഇനി എവിടെയെങ്കിലും കാണുകയാണ്, ഈ ഫ്രോഡിനെ എവിടെയെങ്കിലും വെച്ച് കാണുവാണ് ചേട്ടൻ എന്നെ ഒന്ന് വിളിക്കണം, അത്യാവശ്യം ഇവനെ ഒന്ന് മീറ്റ് ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങളുണ്ട്, ഇവനൊരു ഫ്രോഡ് തരം നമ്മളും കാണിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണ്. ശരി, ഉറപ്പായിട്ട് പറയാമെന്ന് പറയാം. അപ്പം തന്നെ സച്ചിക്ക് അടുത്ത് കോൾ വരികയാണ്, ഒരു ഓട്ടം വരിക, അത് എങ്ങോട്ടാണ്, മൈത്രി നഗറാണ് അല്ല എവിടെ മാഡം, എന്താ മാഡം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മൈത്രി നഗറിലേക്ക് ഓട്ടം പോകണമെന്ന് പറയാം. ശരി മാഡം, അപ്പോൾ ഞാൻ എവിടെ വരേണ്ടത്, അപ്പോൾ ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞൊരു ഒരാൾ വിളിച്ച് പറയുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ മീരയാണ് വിളിച്ച് പറയുന്നത്. അപ്പം മീരെ നേരെ പോയി കഴിയുമ്പം നേരെ വണ്ടി എടുത്ത് സച്ചി ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് മീരയെ കാണും. അപ്പോൾ മീരയെ ചോദിക്കും, നീയാണോ? അത് ഞാനാണ് വിളിച്ചത്. അപ്പം നിനക്കൊന്നും അതിന് പറയത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ നിനക്ക് എൻ്റെ നമ്പർ അറിയാമല്ലോ, പിന്നെ നീ എന്തിനാ എൻ്റെ ഫോൺ ഇങ്ങനെ വിളിച്ചതെന്നുള്ള രീതി പറഞ്ഞാൽ, അല്ല വേറെ ആൾ തന്ന നമ്പരാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്, എനിക്കൊരു ഓട്ടം പോകണമായിരുന്നു, ഇന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പം പറഞ്ഞ് സച്ചി പറയും, എന്നാൽ കയറി ഇരിക്കാൻ പറയാം. അങ്ങനെ സച്ചിൻ വണ്ടി കയറി യാത്ര ചെയ്യണം. ഇപ്പം നമ്മുടെ മീരയുടെ ഉദ്ദേശം വേറെ ഒന്നല്ലല്ലോ, ഫോൺ അടിക്കുക, അതിനകത്ത് വീഡിയോ എടുക്കുക എന്നുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചിയോട് പറയും, സച്ചി എനിക്ക് നിൻ്റെ ഫോണും തരാം, കാരണം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി, അതുകൊണ്ട് എന്ന് പറയും. അപ്പം സച്ചി എന്ന് പറയുമ്പോൾ ചാർജറിൻ്റെ ആ പ്ലഗ് പോയിൻറ്റ് അല്ല ആ പിന്നെ നീട്ടി കൊടുക്കുക, എന്നിട്ട് പറയും, നീ ഇത് കണ്ടോ, അല്ല ഇതിൻ്റെ അകത്ത് നീ ഇട്ടോ, കുത്തിയിട്ടോളാൻ പറയും. അപ്പം കുത്തിയിടാൻ പറ്റേ ആക്ച്വലി ചാർജ് ഇല്ലാത്തതല്ലല്ലോ അവിടുത്തെ വിഷയം, അവിടെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുമല്ലോ, അപ്പം ചാർജ് കയറുന്നില്ല എന്നുള്ളതിന്. അപ്പം സച്ചിയുടെ ഫോണും തരാമോ എന്ന് പറയും. ഉടനെ സച്ചിയുടെ ഫോൺ തരാമെന്ന് ചോദിച്ചപ്പോൾ സച്ചിയുടെ ഫോൺ മേടിക്കും. സച്ചിയുടെ ഫോൺ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് സച്ചി ആദ്യം പറയുന്നുണ്ട്, എനിക്കൊന്നും വയ്യ, നീ വേറെ അടുത്തന്നെ ഫോൺ മേടിച്ച് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക്, എനിക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ, എനിക്ക് ഒരാളെ കോൾ ചെയ്യാൻ അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ നീ ഇപ്പം തരാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫോൺ മേടിച്ച് ഇങ്ങനെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു കോൾ വരിക, അതായത് സച്ചിയുടെയും രേവതിയുടെയും ദൈവഭാഗ്യം എന്ന് പറഞ്ഞാണ്. സച്ചി പെട്ടെന്ന് കോൾ വന്നു കഴിയുമ്പോഴത്തേക്ക് സച്ചി ആ കോൾ ഫോൺ മേടിക്കുക, ഫോൺ തന്നേന്ന് പറഞ്ഞ് ഫോൺ മേടിക്കുക. അങ്ങനെ രേവതി പറയുക, രേവതിയോട് എന്താ രേവതി, എനിക്ക് സച്ചിയേട്ടാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുക. അതിലും വലിയ കാര്യം ഇവിടെ പറയാനുണ്ട്, കാരണം ഞാൻ ആ കള്ളനെ പിടികിട്ടി, ആ കള്ളൻ ആരാന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ആ കള്ളൻ എനിക്കറിയാം, കള്ളനെ ഞാൻ പെരുമാറിയിട്ടുണ്ട്, അവൻ ഭ്രാന്തനാ, അല്ലെങ്കിൽ അവന് ഭയങ്കര ഫ്രോഡാണ്, അവനെ വെറുതെ വിടത്തില്ല ഞാൻ, കാരണം അവൻ എന്നെ കരുവാരത്തേക്കണം എന്നുള്ള രീതി ഉള്ള ഉദ്ദേശം അവൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഇനിയിപ്പം നോക്കണ്ട, അവനെ ഞാൻ പിടിച്ചോളെന്ന് പറയാം. അപ്പോൾ രേവതി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. രേവതി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നില്ല, അവർ രണ്ടും തമ്മിലുള്ളൊരു രഹസ്യ സംഭാഷണം പോലെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോള് കട്ടായി കഴിയുമ്പോഴത്തേക്ക് മീര ഒന്നും കൂടി ചോദിക്കണം. മീര പറയുക, ആ ഫോണും തരാമോ എന്ന്. അപ്പം പറയുമ്പോൾ തൻ്റെ സ്ഥലം എത്തി, നീ ഇറങ്ങുക, കാരണം എനിക്ക് ഫോണൊന്നും തരാൻ പറ്റും, നീ പുറത്തിറങ്ങിയിട്ട് വേറെ അടുത്തേലും ഫോൺ മേടിച്ച് ഇനിയിപ്പം നടക്കത്തൊന്നുമില്ല, നീ വേറെ അടുത്തേലും മേടിക്കുക, എനിക്ക് അത്യാവശ്യം വേറെ ഓട്ടോ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് മീരേനെ ഇറക്കി വിടുന്നൊരു സീനാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ഓട്ടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് മീര നേരെ വന്നിട്ട് ശ്രുതിനെ ഫോൺ ചെയ്യുവാണ്. ഫോൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പറയുവാണ്, ശ്രുതി
എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ എടുത്താണ്. നിന്നെ പിന്നെ എന്തിനാ പറഞ്ഞു വിട്ടത്? നീ എന്തിനാ അങ്ങനെ എടുക്കാണ്ടിരുന്നത്? നീ അവനെ കാണുമ്പോഴത്തേക്ക് മുട്ട് വിറച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, മുട്ട് വിറച്ചാലും ഞാൻ ചാർജ് ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ പറഞ്ഞ് മേടിച്ച് ഞാൻ എല്ലാം ഫോൺ നോക്കുമ്പോഴത്തേക്ക് ആ വീഡിയോ കണ്ടതാന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി ചോദിക്കും, എന്നാൽ അവൻ അപ്പം തന്നെ നിനക്ക് അയക്കത്തില്ലായിരുന്നു ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, എനിക്ക് അയക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് രേവതി വിളിച്ച് ഭയങ്കര സംസാരം അവരുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അതായത് ഈ എപ്പോഴും അവർ അടിയിട്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ പോലും, പക്ഷേ വേറൊരു കാര്യം പറ്റും, അവർ ഭയങ്കര ഒരു സ്നേഹമായിട്ട് എന്തോ തേനും പാറും എടുക്കുന്ന രീതിയിലുള്ള സംസാരം കാര്യങ്ങൾ, ഭയങ്കര രീതിയിലുള്ള സംസാരമൊക്കെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യം. അവരുടെ ആ സംസാരം കേട്ട് കഴിയുമ്പോൾ എനിക്ക് തന്നെ, കാരണം ഞാൻ ആദ്യം ആലോചിച്ചത് അതായത് നിൻ്റെയും ശ്രുതിയുടെയും ജീവിതം നോക്കുമ്പോഴത്തേക്ക് കല്യാണമേ കഴിക്കരുതെന്ന് ആലോചിച്ചാണ്. പക്ഷേ അവരുടെ ജീവിതം നോക്കുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നായിരിക്കുന്നത്. അത്ര രീതിയിലുള്ള കപ്പിൾസാണ് അവർ എന്നുള്ളത് പറയുന്നത്. ശ്രുതി പറയുക, ഞാൻ നിന്നെ ഫോൺ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടപ്പോഴത്തേക്ക് നീ ഇപ്പോൾ അവർക്ക് ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡ് കൊടുത്തുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണോ? നീ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്ത് പറയുന്നത് എന്നുള്ളത് ചോദിക്കേണ്ട. ഞാൻ അവർക്ക് ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡ് കൊടുക്കുന്നതല്ല. ശരിക്കും പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കൽ പോലും നമ്മൾ വിചാരിക്കുന്നതല്ല അവർ നല്ല രീതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നമ്മൾ പണിയണോ എന്നുള്ള രീതി അതൊന്നും നീ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാനിപ്പം നിൽക്കുന്ന സ്റ്റേജ് ഭയങ്കര രീതിയിലാണ്. കാരണം ഇപ്പം ഈ ഈ വീഡിയോ കിട്ടിയാൽ മാത്രമേ എനിക്കിവിടെ നിലനിൽപ്പുള്ളൂ. നീ അത് സഹായിച്ചു ഒന്നുമില്ല. അതല്ല, ഞാനിപ്പോൾ എന്നാ ചെയ്യാനാണ്? കാരണം ഞാൻ മാക്സിമം ശ്രമിച്ചില്ല. നമുക്ക് വേറെ അടുത്ത അറ്റംപ്റ്റിൽ നോക്കാമെന്ന് പറഞ്ഞു. നീ അടുത്ത അറ്റംപ്റ്റിൽ നോക്കണ്ട, ഞാനിനി നിൻ്റെ സഹായം എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ തനിച്ച് നോക്കിക്കോളാം എന്നുള്ളത് ശ്രുതി പറയുവാണ്. അപ്പോൾ പറയുക, ഒന്ന് ഞാൻ ഫോൺ കട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് പറയുക, ഫോൺ കട്ട് ചെയ്യരുത്. കാരണം ഞാൻ ഇപ്പം ഒരു കാര്യം പറയട്ടെ, അതായത് അപ്പം നിനക്ക് എന്നെ ചെറുക്കനെ ആലോചിച്ചിട്ടുണ്ടേ, എനിക്ക് ചെറുക്കനൊന്നും ആലോചിച്ച് തരണ്ട, കാരണം ഞാൻ അത് നോക്കിക്കോളാം. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സച്ചി ശരിക്കും ശ്രുതിയെ പോയി കണ്ടു. ക്ഷേത്രത്തിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് ശരിക്കും നവീൻദാസിനെ കണ്ടുപിടിച്ചു. നവീൻദാസാണ് ഈ ലെറ്റർ കണ്ടുപിടിച്ച് കൊടുത്തു വിടുന്നതെന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നീ സൂക്ഷിച്ചെന്ന് പറയുമ്പോഴത്തേക്ക്, അയ്യോ അത് ഭയങ്കരമായി പോയല്ലോ എന്നുള്ള രീതിയിൽ അത് ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുക. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാതെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് വെപ്രാളപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് ലാസ്റ്റായിട്ട്. ഇതാണ് ഇന്നത്തെ വിശേഷം. അതിനാൽ വ്യൂവേഴ്സ്, നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു. കൂടുതലായിട്ട് ഇന്നത്തെ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ, എല്ലാ ദിവസത്തെ വിശേഷങ്ങൾ ഇടാൻ ആഗ്രഹിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്.